ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്കിത് ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്നും ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ സവാളയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായി പേസ്റ്റ് ആക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം തന്നെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ മസാലയൊക്കെ തന്നെ നന്നായി ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒന്നും കൂടി നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് തന്നെ വേവിച്ചിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായി ഉടച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. പിന്നെ ഞാനിതിലേക്ക് ചിക്കൻ ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കറി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് എടുത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് കറക്കി എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ പീസിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് കറക്കി എടുത്തിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇല്ലാത്ത ചിക്കനാണ് എടുക്കേണ്ടത്. അപ്പോൾ ചിക്കൻ നന്നായി അരഞ്ഞു പോകാനായിട്ട് പാടില്ല. ഇതേപോലെ നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിലൊന്ന് കറക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ചിക്കൻ ചേർക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിക്കനും കൂടി ചേർക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നന്നായി ചൂടാറാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 10 കാടമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസാല കുറച്ചെടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു കാടമുട്ട വെച്ച് കൊടുത്തിട്ട് കാടമുട്ട നന്നായി ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ മസാല ഒന്ന് ആക്കി കൊടുക്കുക. പിന്നെ കാടമുട്ട ഒന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ ഇത് നന്നായി ഒന്ന് ഉരുട്ടി കൊടുക്കുക. ഇപ്പോൾ കാടമുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് കോഴിമുട്ട എടുക്കാം. പക്ഷെ നമ്മൾ കാടമുട്ടയാകുമ്പോൾ ഈ മസാല നിറച്ച് വരുമ്പോൾ ഇത് ഉരുട്ടിയെടുക്കുമ്പോൾ ഏകദേശം ഒരു കോഴിമുട്ടയുടെ വലിപ്പമായിട്ടുണ്ട്. നമ്മളൊരു കോഴിമുട്ടയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ മസാലയുടെ ഉള്ളിലാക്കി വരുമ്പോൾ ഒന്നും കൂടി വലിപ്പം കൂടും. അപ്പോൾ നമ്മളത് ഓയിലിട്ട് പൊരിച്ചെടുക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്രയും ഇത് മുങ്ങി കിടക്കുന്ന അത്രയും ഓയിലൊക്കെ അപ്പോൾ ഒരുപാട് ഓയിൽ വേണ്ടി വരും കോഴിമുട്ടയ്ക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴിമുട്ട മുറിച്ചിട്ടൊക്കെ ഇങ്ങനെ മസാലയുടെ ഉള്ളിൽ നിറച്ച് വയ്ക്കാം. അപ്പോൾ കാടമുട്ടയാകുമ്പോൾ നമുക്ക് ഒന്നും കൂടി എളുപ്പമാണ്. ഇപ്പോൾ ഞാനിവിടെ 10 കാടമുട്ടയും മസാലയുടെ ഉള്ളിലാക്കി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബൗളിൽ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോഴിമുട്ട നന്നായി പതിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മസാല നിറച്ചിട്ടുള്ള ഓരോ ബൗൾ എടുത്തിട്ട് നമുക്ക് മുട്ടയിൽ നന്നായി ഒന്ന് മുക്കി കൊടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ. അപ്പോൾ നമ്മൾ ഒരു കൈ കൊണ്ട് മുട്ടയിൽ മുക്കി കൊടുക്കുക. അപ്പുറത്തെ കൈ കൊണ്ട് വേണം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ എല്ലാതും മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുന്നായിട്ട് നമ്മളിതൊന്നും ഇങ്ങനെ തട്ടി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മേലെയുള്ള ആവശ്യമില്ലാത്ത പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും. അല്ലെങ്കിൽ ഇത് നമ്മൾ നേരെ ഓയിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഓയിലിൽ ഈ പൊടിയൊക്കെ തന്നെ ഇങ്ങനെ കരിഞ്ഞ് കിടക്കും. അപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പ് ഉണ്ടാക്കുമ്പോഴൊക്കെ അതൊക്കെ നമ്മുടെ ഈ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇതേപോലെ തട്ടി കൊടുത്തിട്ട് ഓയിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഇത് നമുക്ക് നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ചാൽ മതിയാവും. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള മസാലയൊക്കെ തന്നെ ഓൾറെഡി ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ഉണ്ടാകുന്ന ആ ഒരു കളർ തന്നെ മതിയാവും. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. നമുക്ക് ആ മുട്ടയും പിന്നെ ആ ചിക്കനും ഒക്കെ കൂടി കഴിക്കുമ്പോൾ
നല്ലൊരു ടേസ്റ്റാണുള്ളത്. പിന്നെ ഇത് നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കുക, അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.